ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് എൻ്റെ മോളുടെ സ്കൂളിലെ ആദ്യ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്ത് എന്നെ സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുമോ എന്നുള്ള ടെൻഷൻ കാരണം സത്യം പറഞ്ഞ് രാത്രി ശരിക്കും ഉറങ്ങാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് രാവിലെ കുറച്ചും കൂടി നേരത്തെ തന്നെ എഴുന്നേറ്റു കേട്ടോ. അത് കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഫ്രഷായി കിച്ചണിലേക്ക് വന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചത്. അതുകൊണ്ട് രാത്രി തന്നെ ബാറ്റർ എല്ലാം റെഡിയാക്കി വെച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ മഴയായത് കാരണം പുളിക്കാൻ താമസമായതുകൊണ്ട് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ കുറേ നോക്കിയപ്പം ഓവൻ്റെ സ്വിച്ച് ഓണാക്കി അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരുമെന്ന് കണ്ടു. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പെട്ടെന്ന് പൊങ്ങി വന്ന പോലെയും തോന്നിയില്ല കേട്ടോ. ഒട്ടും തന്നെ പൊങ്ങി വന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാനതിൻ്റെ കുറച്ച് സമയം കൂടി അപ്പത്തിൻ്റെ മാവ് മാറ്റി വെച്ചു പുളിക്കാനായിട്ട്. ആദ്യം തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ ഞാനും മക്കളും ഇപ്പോൾ ചൂടുവെള്ളം ആട്ടോ കുടിക്കണേ. അപ്പോൾ വെറുതെ ചൂടുവെള്ളം കുടിക്കാൻ ഇഷ്ടമല്ലാത്ത കാരണം ഒന്നുമില്ലെങ്കിൽ ഒരു പീസ് പനിക്കുറുക്കയുടെ ഇലയോ അല്ലെങ്കിൽ ഒരു പീസ് കറുകപ്പട്ടയോ അല്ലെങ്കിൽ ജീരകമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറാണ് കേട്ടോ പതിവ്. ഇന്നിപ്പം നമ്മളും കൂടി സ്കൂളിൽ പോകണമല്ലോ, അതുകൊണ്ട് രാവിലെ തന്നെ കറിയൊക്കെ വെച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ പോയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ആകെ മടിയായിരിക്കും, പിന്നെ കറി വയ്ക്കാനൊന്നും തീരെ താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇന്ന് വെള്ളരിക്ക മോരുകറിയും ക്യാബേജ് തോരനും വെക്കാമെന്നാട്ടോ വിചാരിച്ച്. പിന്നെ മീനും ചിക്കനും ഒന്നും ഇരിപ്പില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് മീൻ വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. മോരുകറിയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. എന്നാലും ഞാൻ എങ്ങനെയാണ് വെക്കണതെന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം വെള്ളരിക്ക ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇങ്ങോട്ടും ചേർത്ത് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഒരു വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളരിക്ക വേവുന്ന സമയം കൊണ്ട് മറ്റേ അടുപ്പിൽ ക്യാബേജ് തോരനും വേവാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോഴേക്കും ഒരാൾ വിളിക്കാതെ തന്നെ സ്കൂളിൽ പോകാനായിട്ട് എഴുന്നേറ്റ് വന്നു കേട്ടോ. സ്കൂളിൽ പോകാറായോ? സമയമൊക്കെ ആവണുള്ളൂ, കുറേ സമയമുണ്ട്, കുളിക്കൊക്കെ വേണ്ടേ. ക്യാബേജ് തോരനുള്ള തേങ്ങ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. പിന്നെ മോരുകറിക്കുള്ള തേങ്ങ ഞാൻ ചിരകി എടുത്തു. ഞാൻ എപ്പോഴും ഒരു 2-3 ബോക്സിലായിട്ട് തേങ്ങ ചിരകി സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വേഗം കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുമല്ലോ. ഇനി നമുക്ക് മോരുകറിയിലേക്ക് വേണ്ട തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ തേങ്ങ അരച്ചപ്പോൾ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കുറച്ച് തൈരും കൂടിയും ചേർത്തിട്ടാട്ടോ അരച്ചത്. അത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞ് ചെറുതായിട്ട് തിളച്ച് വരുമ്പം ഓഫ് ചെയ്തിട്ട് നമുക്ക് താളിച്ചൊഴിക്കാം. അത് കഴിഞ്ഞ് കട്ട് ചെയ്ത ക്യാബേജും വെള്ളരിക്കയൊക്കെ ഞാൻ ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്ത് വെച്ചു. അതാകുമ്പോൾ പിന്നെ നമുക്കൊരു 3 ആഴ്ചയുടെ മുകളിൽ വരെ ഫ്രിഡ്ജിൽ കേടാവാതെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഞാൻ എപ്പോഴും വെജിറ്റബിൾസും ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ തന്നെയാട്ടോ ചെയ്യാറുള്ളത്. അപ്പോഴത്തേക്കും അടുത്ത ആളും കൂടി എഴുന്നേറ്റ് വന്നായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പം അപ്പമൊക്കെ ചുട്ട് വെച്ചു. കറി പിന്നെ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. കറി തലേദിവസം ഉണ്ടാക്കിയ വെജിറ്റബിൾ കുറുമ ഫ്രിഡ്ജിൽ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ചൂടാക്കി എടുത്തു. വേറെ കറിയൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കിയില്ല. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം അല്ല കേട്ടോ കഴിച്ചത്. ഞാൻ ഓവർനൈറ്റ് ഓട്സ് ആട്ടോ രാവിലെ കഴിച്ചത്. എനിക്ക് മറ്റേ നൊയമ്പിൻ്റെയൊക്കെ ടൈമിൽ ഒരു മൈഗ്രെയിൻ്റെയും ഇയർ ബാലൻസിൻ്റെയൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം മറ്റേ തലവേദനയുടെയൊക്കെ ടാബ്ലറ്റ് കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു വെയിറ്റ് കുറച്ച് കൂടിയായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ വെയിറ്റ് ഒന്ന് കുറയ്ക്കാമല്ലോ എന്നുള്ള കലാപരിപാടിയുടെ മുന്നോടിയായിട്ടാണ് ഇതൊക്കെ നടത്തിയത് കേട്ടോ. പക്ഷെ 2 ദിവസം വല്ലതും കഴിക്കും, പിന്നെയും പഴയ പോലെ തന്നെ. അതൊക്കെ കഴിഞ്ഞ് ഞാനും മക്കളും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. മക്കൾക്കാണെങ്കിൽ 2 പേർക്കും പൊതുവേ എന്തെങ്കിലും കഴിക്കാനൊക്കെ തീരെ മടിയാണ്. പിന്നെ മൂത്താൾ പിന്നെ ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോണതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടൊക്കെ ഒരു എന്താ കഴിക്കില്ല എന്നൊന്നും പറയാതെ അങ്ങോട്ട് കഴിച്ചു. ഇളയാളിവിടെ പിച്ച് കീറിയൊക്കെ അങ്ങനെ ഇരുന്നു കുറേ നേരം. അതൊക്കെ കഴിഞ്ഞിട്ട് ഇക്കാടെ ഷർട്ടും മുണ്ടൊക്കെ അയൺ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ വേഗം തന്നെ ചെയ്തു വെച്ചു. മക്കളാണെങ്കിൽ ആ ടൈമിൽ 2 പേരും കൂടിയും കുറച്ച് സമയം TV കാണാനായിട്ട് പോയി. പിന്നെ ഞാൻ കിച്ചണെല്ലാം മൊത്തത്തിൽ വേഗം ഒന്ന് ക്ലീനാക്കി എടുത്തു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പോയിട്ട് തിരിച്ച് വന്ന് കഴിയുമ്പോൾ കിച്ചണെല്ലാം പിന്നെ ക്ലീനാക്കാനൊക്കെ കിടക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ആകെ ഒരു മടുപ്പായിരിക്കും, കിച്ചണിലേക്ക് കയറാനേ തോന്നില്ല. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തൊന്ന് പറയണം കേട്ടോ. അത് കഴിഞ്ഞ് സ്നാക്സ് ബോക്സും പെൻസിൽ ബോക്സും ബാഗും എല്ലാം റെഡിയാക്കി വെച്ചു. ഇതിപ്പോൾ നമ്മൾ വീഡിയോ എടുത്തത് കൊണ്ട് ഇന്ന് തന്നെ ചെയ്തതാട്ടോ. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും തലേന്ന് രാത്രി നമ്മൾ ചെയ്ത് വയ്ക്കാറുണ്ട്.
പിന്നെ ഫസ്റ്റ് ഡേ കൊണ്ട് നോട്ട്സും ടെക്സ്റ്റും ഒന്നും കൊണ്ടുപോകണ്ടായിരുന്നു കേട്ടോ. എന്നാലും ചുമ്മാ ഒരു റഫ് ബുക്കും ബോക്സും കളർ പെൻസിൽ അങ്ങനെ ചുമ്മാ കൊടുത്തു വിട്ടു. വെറുതെ ഇരിക്കുകയാണെങ്കിൽ കളർ അടിക്കാമെന്ന് വിചാരിച്ച് കൊടുത്തു വിട്ടതാ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ റെഡിയായി. അത് കഴിഞ്ഞിട്ട് ഞാൻ മക്കളെ രണ്ടുപേരും റെഡിയാക്കി കൊടുക്കും കേട്ടോ പോകാനായിട്ട്. ചെറിയ മോൾക്കാണെങ്കിൽ മുടിയൊക്കെ ചീവി കൊടുത്തിട്ട് ചെറിയൊരു ബട്ടർഫ്ലൈ ഒക്കെ കുത്തി കൊടുത്തു. നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ ചെറിയ മക്കൾക്ക് ഇങ്ങനെ ഒരുക്കി കൊണ്ടു നടക്കാനൊക്കെ. പക്ഷേ അതൊക്കെ ചുമ്മാ ഒരു സെക്കൻഡിൻ്റെ ഇതേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് ഊരി പറിച്ച് പിള്ളേ കളയും. എല്ലാവരും റെഡിയായിട്ട് ഞങ്ങൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. ഇനി നമുക്ക് സ്കൂളിൽ ചെന്നിട്ട് കാണിക്കാം കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ സ്കൂളിലെത്തിയായിരുന്നു കേട്ടോ. നമ്മൾ ചെന്നപ്പോഴത്തേക്കും എല്ലാവരും വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മോള് 2ാം ക്ലാസ്സിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ തന്നെ ഡിവിഷനൊക്കെ ചെക്ക് ചെയ്ത് ഡിവിഷൻ നമുക്ക് ടെക്സ്റ്റൊക്കെ വാങ്ങിയപ്പോൾ ബില്ലിനകത്തുണ്ടായിരുന്നു. എന്നാലും മറ്റൊന്ന് ഉറപ്പാക്കാനായിട്ടൊന്ന് ചെക്കൊക്കെ ചെയ്ത് മോളെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നാക്കി ഞങ്ങൾ തിരിച്ചു പോന്നു. ഞങ്ങൾ വെയിറ്റ് ഒന്നും ചെയ്ത് നിന്നില്ല കേട്ടോ. തിരിച്ച് അവൾ സ്കൂൾ ബസ്സിലായിരുന്നു വരുന്നത്. നമുക്ക് ഉച്ചത്തേക്ക് ചോറിന് വീട്ടിൽ മീനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്ന വഴി ഒരു കടയിൽ കയറി കേട്ടോ മീൻ വാങ്ങാനായിട്ട്. മീനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ് കേട്ടോ. എന്നാലും നമ്മൾ കുറച്ച് മീനൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തി മോൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അവളെ ഉറക്കി കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഈ മീനൊക്കെ നന്നാക്കാനായിട്ട് വന്നത്. നമ്മൾ 1/2 കിലോ അയലയും 1/2 കിലോ കിളിമീനും 1/2 കിലോ കൊഴുവയാട്ടോ വാങ്ങിയത്. നമ്മൾ കൂടുതലും ചെറിയ മീനാണ് എപ്പോഴും വാങ്ങാറ് കേട്ടോ. വലിയ മീൻ വാങ്ങാറില്ല എന്നല്ല, എന്നാലും വലിയ മീൻ വാങ്ങൽ അങ്ങനെ പൊതുവേ കുറവാണ്. നമ്മുടെ വീട്ടിലെല്ലാവർക്കും കൂടുതൽ ചെറിയ മീനോടാണ് താല്പര്യം. അപ്പോൾ പിന്നെ ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് നന്നാക്കി ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് 2 ദിവസത്തേക്ക് മീൻ നന്നാക്കുന്ന കാര്യത്തെപ്പറ്റി ആലോചിക്കണ്ടല്ലോ. അപ്പോൾ എല്ലാം ഒരുമിച്ച് ഇപ്പോൾ നന്നാക്കി വെക്കുവാണെങ്കിൽ മോൾ ഉറങ്ങിയ കാരണം നമുക്ക് ടൈം ഉണ്ടല്ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാ ദിവസവും ചിലപ്പോൾ ഇപ്പോൾ വേറെ പണിയൊന്നും ഇല്ലാത്ത പോലെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് മീനൊക്കെ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കണം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറോ അല്ലെങ്കിൽ ഒരു ബോക്സോ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ മീനൊക്കെ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ ഒപ്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു 1 മാസം വരെയും അതിന് ടേസ്റ്റൊന്നും പോവാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റിൽ നമുക്ക് കിട്ടും കേട്ടോ. 1 മാസം വരെ നമുക്കിതിങ്ങനെ വയ്ക്കാൻ പറ്റും. ഒരു ടേസ്റ്റും മാറില്ല കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ സമയത്താണെങ്കിൽ പുറത്ത് നല്ല സൂപ്പർ മഴയായിരുന്നു കേട്ടോ. നമ്മൾ കിളിമീനാട്ടോ ഇന്നത്തേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തത്. അതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു കേട്ടോ. നമ്മൾ വീട്ടിൽ മറ്റേ എരിവുള്ള മുളക് പൊടിയല്ല കേട്ടോ, കാശ്മീരി മുളക് പൊടി തന്നെയാണ് മൊത്തത്തിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു ഇത് തന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ പിന്നെ എരിവാകുമ്പോൾ പിന്നെ മക്കൾ കഴിക്കില്ല. അപ്പോൾ പിന്നെ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ മൊത്തത്തിലെല്ലാം കാശ്മീരി മുളക് ഇട്ടാട്ടോ ഉണ്ടാക്കണേ. നമ്മളിന്ന് ചോറ് വെച്ചില്ലായിരുന്നു കേട്ടോ. ഇന്നലെ വെച്ച ചോറ് ഒത്തിരി ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ പിന്നെ അതിന്ന് ചൂടാക്കിയാൽ മതിയല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇന്ന് വേറെ ചോറൊന്നും വെച്ചില്ലായിരുന്നു കേട്ടോ. ഞാൻ തലേ ദിവസത്തെ ചോറുണ്ടെങ്കിൽ അതെടുത്ത് കഴിഞ്ഞിട്ടാട്ടോ വേറെ ചോറ് വെക്കാറുള്ളൂ. അല്ലാതെ അതങ്ങനെ കളയാറൊന്നുമില്ല. അപ്പോൾ നമ്മളത് ചൂടാക്കുന്നത് വെള്ളം ഒഴിച്ചൊന്ന് ഊറ്റി കളഞ്ഞിട്ട് നമ്മുടെ സ്റ്റീമറിലേക്ക് ഇട്ട് സ്റ്റീം ചെയ്തെടുക്കട്ടെ ചെയ്യാറ്. എനിക്ക് അങ്ങനെ ചെയ്യുമ്പോഴാണ് തലേ ദിവസത്തെ ചോറ് കുറച്ചും കൂടി ഫ്രഷ് ആയിട്ട് കിട്ടണ പോലെ തോന്നാറ് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെ തലേ ദിവസത്തെ ചോറുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാറ് കേട്ടോ. മോള് തിരിച്ചു വരുന്നത് സ്കൂൾ ബസ്സിലായത് കൊണ്ട് വരാനൊരു 1:30 കഴിയുമായിരിക്കും. അപ്പോഴേക്കും ഞാൻ പിന്നെ മീനൊക്കെ പൊരിച്ച് വെച്ച് എല്ലാ പണിയും കഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കറക്റ്റ് 1:30 ആയപ്പോഴത്തേക്കും അവൾ വന്നായിരുന്നു കേട്ടോ. പിന്നെ ഭാഗ്യത്തിന് പിന്നെ വരുന്ന സമയത്ത് പിന്നെ മഴയൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ചോറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.